മഹാപ്രളയത്തിന്റെ 6ാം നാളിലും നിരവധിയിടങ്ങളിൽ ദുരിതം തുടരുകയാണ്. ഇത് മനസ്സിലാക്കിയാണ് കൂടുതൽ സഹായങ്ങൾ പ്രഖ്യാപിച്ചത്. ദുരിതബാധിതർക്ക് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കാൻ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നിർദ്ദേശിച്ചു. താമസ കേന്ദ്രങ്ങൾ വാസയോഗ്യമല്ലാത്തവർക്ക് സൗജന്യ താമസ സൗകര്യം നൽകും. ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും സൗജന്യമായി ഉറപ്പാക്കും. വീടുകളിലേക്ക് തിരിച്ചെത്തുന്നവർക്ക് ക്ലീനിംഗ് ജോലികൾക്കും മറ്റ് അറ്റകുറ്റപ്പണികൾക്കും സഹായം നൽകാനും അദ്ദേഹം നിർദ്ദേശിച്ചു. എമിറേറ്റിലെ നിരവധി ഹോട്ടലുകൾ പ്രളയബാധിതർക്ക് സൗജന്യ താമസം പ്രഖ്യാപിച്ചു. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഷാർജയിലെയും ദുബായിലെയും വിവിധ ബാങ്കുകളും പ്രളയബാധിതർക്ക് ആശ്വാസ നടപടികൾ പ്രഖ്യാപിച്ചു. വായ്പയെടുത്ത് വസ്തുവകകളും സാധനങ്ങളും വാങ്ങിയവർക്ക് അത് നശിച്ചിട്ടുണ്ടെങ്കിൽ വായ്പയിൽ ഇളവുണ്ടാകും. വാഹന വായ്പകൾക്കും ആശ്വാസ നടപടിയുണ്ടാകും. പലിശരഹിത വായ്പ നൽകാനും ചില ബാങ്കുകൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രളയത്തെ തുടർന്ന് അസുഖവും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെടുന്നവർക്ക് വിവിധ ആശുപത്രികൾ സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ചു. ഷാർജയിലെ നിരവധി പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിലാണ്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.